ഇറാനെ തീർക്കാൻ ഇസ്രായേലിന്റെ വമ്പൻ യുദ്ധ പദ്ധതി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ മിസൈൽ ടെക്നോളജി, ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ യുദ്ധതന്ത്രം, സാറ്റലൈറ്റ് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട്, ഉപഗ്രഹ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ആക്രമണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടാകാം. അത് കരുതിയിരിക്കുകയാണ് ഇറാനും. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള സംയുക്ത ആക്രമണമാണോ, അതോ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്തുമോ, അതോ അമേരിക്കയുടെ B-2 ബോംബറുകൾ ആദ്യം ഇറാനിലേക്ക് ആക്രമണം നടത്തുമോ? ഈ സംശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇതിനിടയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. മൊസാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചില വാർത്തകളെ കേന്ദ്രീകരിച്ചാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില വാർത്ത പുറത്തുവിടുന്നത്. ഇസ്രായേലിന്റെ സാറ്റലൈറ്റുകൾ, ഇസ്രായേലിന്റെ ഉപഗ്രഹങ്ങൾ, ആ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്ത് തന്നെ ഇസ്രായേലിന്റെ ചില ആയുധങ്ങൾ കറങ്ങി നടപ്പുണ്ട്. ആ ആയുധങ്ങളിൽ നിന്ന് ലേസർ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ആണവ പരീക്ഷണശാലകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിയിലെ റോക്കറ്റുകളിൽ നിന്നല്ല, ഭൂമിയിലെ മിസൈൽ ലോഞ്ചറുകളിൽ നിന്നല്ല, ഭൂമിയിലെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിൽ നിന്നല്ല, മറിച്ച് ബഹിരാകാശത്തുള്ള ഇസ്രായേലിന്റെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ലേസർ ആക്രമണങ്ങൾ ഇറാനിലെ നദാൻസ് അടക്കമുള്ള ആണവ പരീക്ഷണശാലകളിലേക്ക് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി, ലോകത്താരും ഇതുവരെ പരീക്ഷിച്ചില്ലാത്ത വിധമുള്ള യുദ്ധതന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ആധുനിക യുദ്ധതന്ത്രത്തിന് മുന്നിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ഇറാൻ എന്ന രാജ്യം. നമുക്കറിയാം, ഇറാനിലെ ആണവ പരീക്ഷണശാലകളിൽ എന്തൊക്കെയോ അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രായേലിന് സംശയമുണ്ടായിരുന്നു. ഇറാൻ ചില ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. 4ാം കിട ഫ്യൂഷൻ ആണവായുധം നിർമ്മിച്ചുവെന്നും അതിന്റെ പരീക്ഷണം നടത്തിയെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാനെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവിട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതോടുകൂടി വളരെ ശക്തമായ ജാഗ്രതയാണ് ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചത്. ഇറാനിൽ ആണവായുധം ഉണ്ടായാൽ, ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ അത് കേവലം ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ മാത്രമല്ല അത് ഭീഷണിയാവുക, അത് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയായി മാറുമെന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് മുൻപ്, ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് ഇറാനെ തീർക്കണം, ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ യുദ്ധസന്നാഹങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. അതിന് മുന്നോടിയായി ഇസ്രായേലി സൈന്യത്തിന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. യുദ്ധത്തിന് തയ്യാറെടുക്കുക, നിങ്ങളുടെ എല്ലാവിധ ആയുധങ്ങളും നിങ്ങൾ റെഡിയാക്കി വെക്കുക. വ്യോമസേനയ്ക്ക് നിർണായകമായ മുന്നറിയിപ്പ് നൽകിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും.